ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആര്യനെ കാണിച്ചുകൊണ്ടാണ് ഈ ഗൈസ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആര്യ ഇന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പൂനോടെ പോകാണ്ടായപ്പോൾ അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പം അവൾക്കൊരു കമ്പനിയില്ലല്ലോ, അപ്പോൾ അവൾ ഇങ്ങോട്ട് പോകുന്നു. അവൾ വന്നു കഴിഞ്ഞാലാണ് തുമ്പിപ്പെണ്ണിനെ പിന്നെ നല്ല സുന്ദരിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അവൾ നന്നായി ഒരുക്കി കൊണ്ടിടക്കും. ഓക്കെ, അപ്പം ഇന്ന് തുമ്പിക്ക് വാക്സിൻ എടുക്കാൻ പോവാണ് 9th മന്തിൻ്റെ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത്, ഇപ്പോൾ ഇവർക്ക് 1 വയസ്സും 2 മാസം ആയല്ലോ. പക്ഷേ ആ സമയത്തായിരുന്നു ഇവർക്ക് മീസിൽസ് വന്നിട്ടുണ്ടായിരുന്നു, 5ാം പനി വന്നത്. അപ്പം 6 months ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വാക്സിൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇത്ര ലാഗ് വന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ അല്ലൂട്ടൻ്റെ മങ്കാടിയിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, അറിയാമല്ലോ. അപ്പോൾ ഞാനും ആര്യയും തുമ്പിപ്പെണ്ണും കൂടെ തുമ്പിനെ നന്നായി ഒരുക്കി ഞങ്ങൾ കൊണ്ടുപോണ്ട്. പാവം കുത്തി വെക്കാനെന്ന് അറിയില്ലല്ലോ. സാധാരണ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇപ്പോൾ പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞാനവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന സമയത്തേക്ക് ആര്യ പോയിട്ട് അല്ലൂട്ടനെ എടുത്തിട്ട് വന്നിട്ടോ. അപ്പം അല്ലൂട്ടൻ എല്ലാവർക്കും ഇങ്ങനെ ഞങ്ങളെ കണ്ടാൽ പിന്നെ ഭയങ്കര സ്റ്റൈലാക്കലാണ് മൂപ്പർക്ക്. അങ്ങനെ തുമ്പി ഞാനും കൂടെ എന്താ പറയുക വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് അവൾക്ക് ഫുള്ള് അവിടെ മാങ്കാടി പോകുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഏട്ടൻ്റെ ഫ്രണ്ട്സും ഏട്ടനും ഒക്കെ ആകുമ്പോൾ ഭയങ്കര വലിയ ആളാണ് അവിടുത്തെ. ഓക്കെ, അപ്പോൾ കുറേ നേരം അവൾ ചിരിച്ച് കളിച്ചിരുന്ന് എല്ലാവരോടും ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചായിരുന്നു തുമ്പിക്ക് പല്ല് വന്നോന്ന്. 4 പല്ല് വരുന്നുണ്ട് ഗൈസ്, പക്ഷേ പുറത്തേക്ക് എത്തിയിട്ടില്ല. ചിലർക്ക് 1.5 വയസ്സിലും 2 വയസ്സിലൊക്കെ ആയിരിക്കും പല്ല് വരുന്നത്. ഓരോരുത്തരുടെ അതനുസരിച്ചാണ് ഉണ്ടാവുക. ഓക്കെ, വൈറ്റമിൻ എ കൊടുക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നിങ്ങളെല്ലാവരും വൈറ്റമിൻ എ കറക്റ്റ് ഇങ്ങനെ കൊടുക്കാറുണ്ടോ? 6 months കൂടുമ്പോൾ ഇങ്ങനെ കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാറുണ്ടോ? അല്ലൂട്ടൻ്റെ ചിലതൊക്കെ മിസ്സായി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തെല്ലാം സെറ്റാക്കാറുണ്ട്. ഓക്കെ, അപ്പം അവൾ അത് കൊടുത്തപ്പോൾ തന്നെ അലമ്പാക്കി തുടങ്ങിയിട്ടോ. ഇഷ്ടമല്ല ഇപ്പം മരുന്നൊന്നും കഴിക്കുന്നത്. ഇപ്പം HB കുറവായതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നുണ്ടോ? അവൾക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അങ്ങനെ ഒരു വിധത്തിൽ പിന്നെ വാക്സിൻ വെച്ചു കേട്ടോ. പക്ഷേ നമ്മളെല്ലാം ഓപ്പണായിട്ട് പറയണല്ലോ, എനിക്ക് പേഴ്സണലി എനിക്ക് ഞങ്ങളുടെ അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, അവർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കളിപ്പിച്ച് അങ്ങനെ കുഞ്ഞുങ്ങളോടൊരു സ്നേഹത്തോടുള്ളൊരു പെരുമാറ്റമുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അത് മിസ്സാണ്. ആക്ച്വലി നമ്മളെപ്പോഴും ചിന്തിക്കണം അല്ലേ, സിസ്റ്റേഴ്സൊക്കെ ആകുമ്പം കുട്ടികളോട് ഭയങ്കര സ്നേഹത്തിൽ എന്തായാലും കുത്തി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്നേഹത്തിൽ മക്കളെയൊക്കെ ഒന്ന് വിളിച്ചൊരു സ്നേഹത്തിലൊക്കെ കാണിച്ചാൽ കുറച്ചുകൂടെ നമുക്കും ഒരു കംഫർട്ടായിരിക്കും. എനിക്ക് ചില സ്ഥലങ്ങളിൽ അത് മിസ്സിങ് ആണ്, ചില സ്ഥലങ്ങളിൽ അത് അടിപൊളിയായിട്ട് നല്ല നഴ്സുമാരത് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തുമ്പി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അല്ലൂട്ടൻ വന്ന് തുമ്പീനെ ഉമ്മയൊക്കെ വെച്ച് സമാധാനിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ആര്യൻ്റെ അടുത്തൊക്കെ ആയപ്പോൾ പിന്നെ അവൾ ഓക്കെ. ആ ഒരു സമയത്തെ വേദന കഴിഞ്ഞാൽ അതാണ്. പിന്നെ അല്ലൂട്ടന് അവന് കോഴിമുട്ട കിട്ടിയപ്പോൾ അവൻ അതിൻ്റെ വൈറ്റ് പോർഷനാണ് ഇഷ്ടമുള്ളൂ. അപ്പോൾ ബാക്കി നൈസായിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അങ്ങനെ തുമ്പിക്കും കുറച്ച് മുട്ടയൊക്കെ കൊടുത്ത് പിന്നെ ഇതാണ് മക്കളെ. ഞാൻ അത് കണ്ട പിന്നെ ദൈവമേ, എങ്ങനെയാണ് ഈ അംഗനവാടിയിലുള്ള ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യുന്നത്? ഭയങ്കര ഇപ്പോഴും അത് നമുക്ക് ഒരാളെ വീട്ടിൽ വെച്ച് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇവർ ഇത്രയും ആൾക്കാരെ നോക്കുമ്പം അമ്മേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അല്ലോട്ടൻ ആകെ ടെൻഷൻ, ആര്യ പോകുമോ എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ തുമ്പി ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആര്യൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ടുള്ള നല്ലൊരു ഉറക്കം ഉറങ്ങിട്ടോ. കാരണം ഈ പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവില്ല, അതിൽ നല്ല ഉറക്കമാണ് മൂപ്പത്തി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 3-3:30 ആയപ്പം അല്ലൂട്ടനെ കൂട്ടി വന്ന് അല്ലൂട്ടനെ കാത്തിരിക്കുകയാണ് ആര്യയും തുമ്പിയും കൂടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആര്യ പോയപ്പോൾ എല്ലാവർക്കും സങ്കടമായി ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.